നമസ്കാരം. ജ്യോതിഷത്തിൽ ബുധനെ വെറുമൊരു ഗ്രഹമായിട്ട് മാത്രമല്ല കണക്കാക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധി, വാക്ചാതുര്യം, ഓർമ്മ നിലനിർത്താൻ, അതായത് നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഓർമ്മയിൽ നിലനിർത്തുവാനുള്ള ഓർമ്മശക്തി, വ്യാപാര ബോധം, ഇടപാട്, ഗണിതം, ഇങ്ങനെ ജീവിതത്തിലെ തീരുമാനങ്ങൾ, ഇതിലൊക്കെ സൂക്ഷ്മത വച്ചു പുലർത്താൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ സൂക്ഷ്മമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ മനുഷ്യരെ പ്രാപ്തമാക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് ബുധനെ ജ്യോതിഷത്തിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ അവൻ ചിന്തിക്കുന്നു, എങ്ങനെ ഒരു വ്യക്തി മറ്റൊരാളുമായി സംസാരത്തിൽ ഏർപ്പെടുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നതുമായൊക്കെ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ബുധൻ്റെ സ്വാധീനത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ രാശിമാറ്റം നടത്തുമ്പോൾ ഓരോ സമയവും അതൊരു സാധാരണ ഗ്രഹമാറ്റമല്ല, അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ പോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അതൊരു സാധാരണ മാറ്റമായിരിക്കില്ല കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത്. കാരണം ചിന്താഗതിയിലും അതേപോലെ സാമ്പത്തിക അവസ്ഥയിലും ബന്ധങ്ങളിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ബുധനിലൂടെ ഉണ്ടാകുന്നതായ മാറ്റം. ഇവിടെ 2026 ജൂൺ 29 ബുധൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കാനിരുന്നു. അപ്പോൾ ബുധൻ മിഥുനം രാശി എന്ന് പറയുന്നത് ബുധൻ്റെ സ്വന്തം രാശി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു മാറ്റമായിരിക്കും വരാൻ പോകുന്നത്. എന്നാൽ ഈ ഗ്രഹനിലകളുടെ കൂടിച്ചേരലുകൾ കാരണം ഇതിൻ്റെ ഫലം ചില രാശിക്കാർക്ക് ഈ സമയം അല്പം സൂക്ഷ്മത ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരിക്കും എത്തിക്കുന്നത്. പ്രത്യേകിച്ച് വാക്ക്, പണം, ബന്ധങ്ങൾ, ജോലി, അതേപോലെ മനുഷ്യന് ഏറ്റവും പ്രധാന ആരോഗ്യമാണ്, ആരോഗ്യകാര്യങ്ങൾ എന്നിവയിലൊക്കെ അതീവ ജാഗ്രത പാലിക്കേണ്ടതായി വരുന്ന സമയം കൂടിയാണ്. അങ്ങനെയുള്ള 4 രാശിക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ പറയാനായി പോകുന്നത്. അപ്പോൾ വരുന്ന ജൂൺ 29 മുതൽ അല്പം ശ്രദ്ധിക്കേണ്ട, അല്പം മാറ്റങ്ങളൊക്കെ വരുന്നതായ 4 രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ, കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് ബുധൻ്റെ ഈ ഒരു സംക്രമണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിങ്ങളുടെ സംസാരത്തെ തന്നെയാണ്. അറിയാമല്ലോ, സംസാരം, ബുദ്ധി, വിവേകം തുടങ്ങിയ കാര്യങ്ങളുടെ അധിപനാണ് ബുധൻ. അപ്പോൾ സംസാരത്തെയും അതേപോലെ സാമ്പത്തികമായി എടുക്കുന്ന തീരുമാനങ്ങളിലും അല്പം ബാധകമായിട്ട് ഇത് വന്നു ചേരും. അതായത് സാധാരണ ഒരു വ്യക്തി നമ്മൾ പറയാറുണ്ട് വളരെ ശാന്ത സ്വഭാവക്കാരനാണ് എന്ന്. എന്നാൽ ഈ ഒരു സമയം, അതായത് ജൂൺ 29 മുതലുള്ള സമയം, അപ്രതീക്ഷിതമായി എത്ര ശാന്തനാണ് വ്യക്തിയാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ കോപം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ചിന്തിക്കാതെ ചില വാക്കുകളൊക്കെ പറയാനും, അത് കുടുംബത്തായാലും അല്ലെങ്കിൽ പുറമേ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ സൃഷ്ടിക്കുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയുവാൻ പറ്റില്ല. ജ്യോതിഷത്തിൽ ഒരു ചൊല്ലു പറയാറുണ്ട്, വാക്ക് നിയന്ത്രിക്കാത്തവന് ഭാഗ്യം പോലും കൈവിടുമെന്ന്. അതിനാൽ തന്നെ ഈ ഒരു കാലയളവ് 29 മുതലുള്ള സമയം അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുവാനായിട്ട്, അല്ലെങ്കിൽ അനാവശ്യമായി നമ്മുടെ വായിൽ നിന്ന് ഒരനക്ഷരം വീഴാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതുണ്ട്. കൂടാതെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജാഗ്രത വേണം. ലോട്ടറി, വാതുവയ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദിനവും ലോട്ടറി എടുക്കുന്ന ആളുകളുണ്ടാവും. അതും ചെറിയ തുകയ്ക്കൊന്നുമല്ല, ഒരുപാട് തുകയ്ക്കൊക്കെ ലോട്ടറി എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണം. അതേപോലെ തന്നെ നിക്ഷേപങ്ങൾ, പെട്ടെന്ന് ഒരു ചിട്ടി തുടങ്ങാം, അല്ലെങ്കിൽ ഒന്ന് ഇവിടെ ധനം നിക്ഷേപിക്കും, 10 ഇട്ടാൽ 100 കിട്ടും എന്നൊക്കെ പറയുന്നതായ കാര്യങ്ങളിലേക്കും ചെന്ന് ചാടാതെ, അതേപോലെ ആർക്കും ജാമ്യം നിൽക്കാനോ സ്വർണം വായ്പയായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ പണയം വയ്ക്കുന്നതിന് സഹായിക്കാം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ചെന്ന് പെടരുത്. പെട്ടാൽ എന്തുണ്ടാകും? നഷ്ടത്തിലേക്ക് വന്നു ചേരുമെന്നത് കൂടി ഓർമ്മയിലിരിക്കട്ടെ. ഇനി അടുത്തത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും കന്നിരാശിയുടെ അധിപൻ ബുധൻ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു മാറ്റം കന്നിരാശിക്കാർക്കും നേരിട്ട് അനുഭവപ്പെടുന്ന ഒന്നായി തന്നെയായിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ, തൊഴിൽ ചെയ്യുന്നിടത്ത്, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ ബുധൻ്റെ ഈ ഒരു മാറ്റം ഒരുപാട് സ്വാധീനം തന്നെ കൊണ്ടുതരും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായോ അതല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുമായോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയും വന്നു ചേരും. ഇനി കഠിനാധ്വാനം ചെയ്തിട്ടാണെങ്കിൽ പോലും അംഗീകാരം ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ പോലും മനസ്സിൽ വളരെയധികം അസ്വസ്ഥത സൃഷ്ടിക്കാനുള്ള സാധ്യതയും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എത്ര ജോലി ചെയ്തിട്ടും ആരും നമ്മളെ ഗൗനിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നിട്ട് എനിക്ക് വീട്ടിൽ സമാധാനമില്ല എന്നൊക്കെ പറയുന്നതായ, അല്ലെങ്കിൽ മനസ്സിലേക്ക് എനിക്ക് അങ്ങോട്ട് ഭാഗ്യമില്ല, സമാധാനം കിട്ടുന്നില്ല എന്നൊരു തോന്നലൊക്കെ വന്നു ചേരാനും ഇവിടെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ഈ സമയത്ത് പല കാര്യങ്ങളിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയും ശരിയേത് തെറ്റേതെന്നറിയാതെ മനസ്സിനൊരു അസ്വസ്ഥതയൊക്കെ വരുന്ന സമയം. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ബിസിനസ് തീരുമാനങ്ങളോ അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് മാറ്റി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ട് വരുന്നത്. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്കും ഈ ഒരു സമയം മാനസികമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോഴും ഒരു പരീക്ഷണ കാലഘട്ടമായിരിക്കും. അതായത് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ വൃശ്ചികം രഹസ്യങ്ങളുടെയും അതേപോലെ തന്നെ ആശയക്കുഴപ്പങ്ങളുടെയും ഒരു രാശിയായിട്ട് പറയുന്നുണ്ട്. അതായത് ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി, ഊതി പെരുപ്പിച്ച് വലുതാക്കി ചിന്തിച്ച് ചെറിയൊരു കാര്യത്തിനെ വലുതാക്കി മാറ്റുന്ന ഒരു സ്വഭാവം വൃശ്ചികം രാശിക്കാർക്കുണ്ടെന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കാര്യം കിട്ടിയാലും അതിനെ ഇങ്ങനെ വലുതാക്കുന്ന ഒരു പ്രകൃതം നിങ്ങൾക്ക് അന്നേ ഇതുവരെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് പോയാൽ പോലും 29-ാം തീയതിക്ക് ശേഷം ആ സമയം മുതൽ അത് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോഴേ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടു കൂടിയൊക്കെ മുന്നോട്ട് പോകുക. പിന്നെ നിങ്ങൾക്കുള്ള മറ്റൊരു കാര്യം, പെട്ടെന്ന് ആളുകളെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതും ചിലപ്പോഴൊക്കെ വിനയായി മാറിയിട്ടുമുണ്ട്. അതും ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ പിന്നിൽ നിന്ന് വിമർശിക്കുന്നവരും അല്ലെങ്കിൽ നിങ്ങളുടെ രഹസ്യ പദ്ധതികൾ പോലും തകർക്കാൻ ശ്രമിക്കുന്നവരും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും 29-ാം തീയതി മുതൽ കാണുന്നുണ്ട്. അപ്പോൾ ഭാവി കാര്യങ്ങൾ രഹസ്യമാക്കി തന്നെ വയ്ക്കാനായിട്ടും ശ്രമിക്കുക. ആരോടും തുറന്നു പറച്ചിലൊന്നും പോകാതിരിക്കുക. നിങ്ങളുടെ രഹസ്യങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് മാത്രമായിരിക്കും സന്തോഷം. അത് ചിലപ്പോൾ മറ്റൊരു വ്യക്തിക്ക് ഇവൻ ഇങ്ങനെ വലിയൊരു നിലയിലെത്തിയോ എന്നത് ചിലപ്പോൾ വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സന്തോഷം നമ്മളിൽ തന്നെ ഒതുങ്ങിയിരിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണം. കാരണം മാനസിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ഉറക്കക്കുറവ്, ചർമ്മ സംബന്ധമായ ഈ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ കൂടിയാണ്. അതായത് ചർമ്മത്തിനെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ചെറിയൊരു മുഖക്കുരു വന്നാൽ പോലും ഒരുപാട് ചിന്തിക്കുന്ന തലത്തിലെ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ മതിയാകും. വേറെ പ്രയാസത്തിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി മീനം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും കുടുംബപരമായി അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമായിരിക്കും ജൂൺ 29 മുതൽ. ബുധൻ്റെ മാറ്റം നിമിത്തം വീട്ടിനുള്ളിലാണെങ്കിൽ പോലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മക്കളോടാണെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കളോടാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധത്തിനിടയിലാണെങ്കിൽ പോലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. വാഹനം ഓടിക്കുമ്പോഴും അല്പം ജാഗ്രതയൊക്കെ പുലർത്തുന്നത്, അതേപോലെ പ്രധാന കാര്യങ്ങളൊക്കെ സേഫായി സൂക്ഷിക്കാനും ഈ ഒരു സമയത്ത് നിങ്ങളൊരു കരുതൽ എന്നോണം വേണ്ടതാണ്. അപ്പോൾ ബുധൻ്റെ അശുഭഫലങ്ങൾ കുറയ്ക്കാൻ ചില പരിഹാരങ്ങൾ കൂടി ഞാനൊന്ന് പറയാം. അതിൽ ആദ്യത്തെ ഒരു പരിഹാരം ഗണപതി പ്രീതിയാണ്. അതായത് എല്ലാ ബുധനാഴ്ചയും ഗണപതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമായൊരു ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും പോകുന്നത് കൂടാതെ ഒരു നാളികേരം തലക്കുഴിഞ്ഞ് ഉടയ്ക്കുന്നത് നമ്മളിലുള്ള ആശങ്കകൾ അല്ലെങ്കിൽ നമ്മളിലുള്ള ഞാനെന്ന ഭാവത്തെയൊക്കെ കുറയ്ക്കുന്നതിനും ഒരുപാട് സഹായിക്കുന്നതാണ്. അതേപോലെ പശു ഉണ്ടെങ്കിൽ പശുവിന് നിങ്ങളുടെ കൈകൊണ്ട് പച്ചപ്പുല്ല് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പച്ചക്കറികൾ, ബുധൻ്റെ അനുഗ്രഹമാണല്ലോ, പച്ച കാര്യങ്ങൾ, പച്ചപ്പുല്ല്, പച്ച പഴം, ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ മാതാവിൻ്റെ ബന്ധുക്കളുടെ അനുഗ്രഹം, മാതാവിൻ്റെയോ അല്ലെങ്കിൽ മാതാവിന് തുല്യരായ ആളുകളുടെയൊക്കെ അനുഗ്രഹം പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ വാങ്ങിയിട്ട് പോകുന്നത് വളരെയധികം ഉത്തമമാണ്. പച്ച നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതൊക്കെ ഉത്തമമായിരിക്കും. പൂർണ്ണമായും പച്ച കളറിൽ പോകണമെന്നല്ല, പച്ച നിറം എവിടെയെങ്കിലും വസ്ത്രത്തിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് പച്ച നിറം ഉണ്ടായാൽ മതി. അതല്ലെങ്കിൽ ഒരു പച്ച നിറത്തിലുള്ള തൂവാലയായാലും കയ്യിൽ കരുതിയാലും മതിയായിരിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് മനസ്സിലാവുക, ജ്യോതിഷം ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ആരെയും ഭയപ്പെടുത്താൻ പറയുകയല്ല, മുൻപേ വരുന്നതായ മാറ്റങ്ങൾ നിങ്ങളിലേക്കൊരു അവബോധം ഉണ്ടാക്കുകയാണ്. അതായത് നമ്മൾ പറയും ചില കാര്യങ്ങൾ വരും, പെട്ടെന്ന് പാനിക്കാകും. അപ്പോൾ ഇവിടെ ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ എനിക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നൊരു അവബോധത്തെയാണ് ജ്യോതിഷം കൊണ്ടുവരുന്നത്. അപ്പോൾ ജീവിതത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടിയും കൂടുതൽ പ്രാർത്ഥനയോടുകൂടിയും കൂടുതൽ പ്രവൃത്തിയോടുകൂടിയും ബോധത്തോടുകൂടിയും മുന്നോട്ട് പോകാൻ ഒരു വഴികാട്ടിയാണ് എപ്പോഴും ജ്യോതിഷം. അപ്പോൾ ഗ്രഹങ്ങൾ സമയം കാണിക്കും, പക്ഷേ ആ സമയത്തെ നമ്മളേതായ രീതിയിലേക്ക് മാറ്റിയെടുത്ത് അതിനെ ഗുണപരമായി എടുക്കേണ്ടത് നമ്മളാണ് എന്നതും എപ്പോഴും ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഈ ബുധൻ്റെ മാറ്റം അല്പം ഒന്ന് ബുദ്ധിമുട്ടുകൾ നൽകുമെന്നതല്ലാതെ വേറെ പ്രയാസങ്ങളൊന്നുമില്ല. എങ്കിലും ശ്രദ്ധിക്കുക, അതിലുപരി പ്രാർത്ഥിക്കുക, അതിലുപരി നമ്മൾ മനുഷ്യർ എന്താണ് കർമ്മം ചെയ്യേണ്ടത് ആ കർമ്മങ്ങൾ ശരിയായി ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഏവർക്കും കഴിയട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.